കുപ്പത്ത് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഗതാഗതം ഇതുവരെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുപ്പം പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ സമീപത്തെ വീടുകളിലും കടകളിലും വെള്ളം കയറിയെന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. മണ്ണിടിച്ചിലിൻ്റെ ഭീകരത തെളിയിക്കുന്ന ദൃശ്യം 24-ന് കിട്ടി. വിജിത് കണ്ണൂരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ കാണുന്ന ദൃശ്യങ്ങൾ വിജിത് കണ്ണൂരിൻ്റേതാണ്. ഭീകരമായ ദൃശ്യങ്ങളാണ് ഈ മണ്ണിടിച്ചിൽ മൂലം ഉണ്ടായിരിക്കുന്നത്. ഈ മണ്ണിടിച്ചിലിൻ്റെ യഥാർത്ഥ അവസ്ഥ ഇതാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം ചേരുകയാണ്. വിജിത് കണ്ണൂർ പകർത്തിയ ദൃശ്യങ്ങൾക്ക് പിന്നാലെ അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അരുൺ, യഥാർത്ഥത്തിൽ ഈ മണ്ണിടിച്ചിൽ മൂലം ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറി ചെളിയും വെള്ളമൊക്കെ നിറഞ്ഞ് ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത രീതിയിൽ വീടിൻ്റെ പറമ്പും വീടിൻ്റെ പുരയിടവും വീടും ഒക്കെ ആയിക്കഴിഞ്ഞോ? എന്താണ് വിവരം? SKN അതിൽ നിന്ന് അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് കുപ്പത്തെ പ്രദേശവാസികൾ. നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ ഈ കുപ്പത്ത് എന്താണ് സംഭവിച്ചത്, ഈ ദേശീയപാതയുടെ ഭാഗമായി കുന്നിടിച്ച് നിർമ്മാണം നടത്തിയ സ്ഥലത്ത് അവിടെ ഉണ്ടായ മണ്ണിടിച്ചിലിൻ്റെ നേർസാക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഭീകരത തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതായത് വലിയ ഏരിയയിൽ തന്നെ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീണിട്ടുണ്ട്. ഇതുവരെ അവിടെ ആ ദേശീയപാതയിൽ അതിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടില്ല. നമുക്കറിയുന്ന പോലെ കണ്ണൂർ പയ്യന്നൂർ റൂട്ടാണത്. പ്രധാനപ്പെട്ട ഒരു പാതയാണ്. ഇതിന് തൊട്ട് സമീപമാണ് പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ളത്. ഇപ്പോൾ വാഹനം വഴിതിരിച്ച് വിടുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കരാർ കമ്പനിയുടെ തൊഴിലാളികളൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ സമയം അതിക്രമിച്ചു പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നാട്ടുകാർ നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ച സമയത്താണ് ഇവർ ഇതിൽ ഇടപെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ കുന്നിടിച്ച് കൃത്യമായി സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചാണ് നിർമ്മാണം നടത്തിയിരുന്നെങ്കിൽ ഈ ഗതികേട് ആ നിർമ്മാണത്തിലോ അല്ലെങ്കിൽ ആ സ്ഥലത്തോ ഉണ്ടാവില്ല എന്നതായിരുന്നു. ഇപ്പോൾ നിരവധി കുടുംബങ്ങൾ അവിടെ ദുരിതം നേരിടുന്നു. അവർ വളരെ ആശങ്കയോടെയാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. മഴ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ശക്തമായി തുടരുകയാണ്. റെഡ് അലേർട്ടാണ്. വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴയുണ്ടാകും എന്ന മുന്നറിയിപ്പുണ്ട്. സ്വാഭാവികമായും മഴ കനത്താൽ വീണ്ടും അവിടെ മണ്ണിടിച്ചിലുണ്ടാകും. ഈ താഴേക്ക് അതിന് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണാം. ആ ദൃശ്യങ്ങൾ പൂർണ്ണമായി തന്നെ ആ വീടുകളിലേക്ക് കൂടി ആ ദൃശ്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ താഴേക്ക് കൂടുതൽ മണ്ണും അതോടൊപ്പം തന്നെ ചെളിവെള്ളവും ഒലിച്ചിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. അത് തടയുന്നതിന് വേണ്ടി ഇതുവരെ എന്തെങ്കിലും ഒരു നടപടി ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നോ മറ്റ് അധികൃതരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അപ്പോൾ കൂടുതൽ മഴ പെയ്തു കഴിഞ്ഞാൽ ആശങ്ക അവിടെ വർദ്ധിക്കും. അവർ രാത്രി അവിടെ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. തൊട്ട് താഴെയുള്ള കുടുംബങ്ങളൊക്കെ മറ്റു ബന്ധുവീടുകളിലൊക്കെയാണ് ഇപ്പോൾ പോയി കഴിയുന്നത്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ പോകാൻ പറ്റുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെടണം എന്നതാണ് ആ പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും കുപ്പത്തെ ഈ ദുരിതം ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ മണ്ണിടിച്ചിൽ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി അവിടെ ആ ഭാഗത്ത് ആ അപകട ഭീഷണിയുള്ള സ്ഥലത്തെ മണ്ണൊക്കെ എടുത്തു മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും ഫലം കണ്ടിട്ടില്ല. ഇപ്പോഴും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കുപ്പത്ത് സാധിച്ചിട്ടില്ല. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. വല്ലാത്ത ഭീകരമായ ദൃശ്യമാണ് നമ്മൾ കണ്ടത്. കാരണം അവിടെയൊക്കെ അയലത്തൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് വല്ലാതെ ഭീതി വരും എന്ന കാര്യത്തിൽ സംശയമില്ല.